ഇപ്പോൾ വി.ഡി. സതീശൻ വാതിൽ കൊട്ടി അടച്ചതിൽ NS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അമർഷം ഇപ്പോഴും മാറിയിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു. പെരുന്ന ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും സുകുമാരൻ നായർ ആരോപിച്ചു. 2 തവണ കൂടിക്കാഴ്ചയ്ക്ക് സമീപിച്ചിട്ടും മുഖ്യമന്ത്രി സമയം അനുവദിച്ചില്ലെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ആരോപണത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് വിളിച്ചതിനാലാണ് സംസാരിക്കാൻ കഴിയാതിരുന്നതെന്നും പിന്നീട് ഫോൺ വിളിച്ച് സംസാരിച്ചെന്നും കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മുഖ്യമന്ത്രി മര്യാദ കാട്ടിയില്ലെന്ന് ആരോപിച്ച സുകുമാരൻ നായർ എന്റെ സ്വന്തം കാര്യത്തിനുള്ള സമയം തേടിയതെന്നും മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി തെറ്റാണെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമില്ലെന്നും പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാള് മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാര്യം വേറെ എന്തെങ്കിലും പറയാനോ സാധിക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ ഈ സമയം ചോദിച്ചത്. ഒരിക്കലും NSSന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. NSS നേതൃത്വത്തിനെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉന്നയിച്ച വിമർശനത്തിനും സുകുമാരൻ നായർ മറുപടി പറഞ്ഞു. പെരുന്നയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയതെന്ന് പറഞ്ഞ സുകുമാരൻ നായർ സ്വീകരണത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു. ഒക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കാറിലോട്ട് വരുന്നു. കുറേ നേരം ഇരുന്ന് NSSലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അദ്ദേഹം പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണോ പുഷ്പാർച്ചന നടത്തിയിട്ട് പോയാൽ മതിയെന്ന്. വിവാദത്തിലേക്ക് ഉപരാഷ്ട്രപതി വലിച്ചിരിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്ന് ആരോപിച്ച G. സുകുമാരൻ നായർ സുരേഷ് ഗോപിക്ക് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞു. ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ച് വാരുമെന്നാണോ പറഞ്ഞത്? ഇവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനില്ലെന്ന് NSSന്. അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹവും കൂടെ ഉള്ളതാണല്ലോ. അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ച് വരട്ടെ. ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നത്. ആരാ? ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ വെച്ചാണ് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.